മുനമ്പത്ത് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് മൂക്കുകുത്തി വീണു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. മുനമ്പം നമുക്കറിയാം, ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് മുനമ്പത്തെ ജനങ്ങൾ പോകുന്നത്. മുനമ്പത്തെ ജനങ്ങൾ അവിടെ സമരം ചെയ്യുന്നുണ്ട്. അവരുടെ പാർപ്പിടവും അവരുടെ ജീവനോപാധികളും താമസവും ഒക്കെ നിലനിൽക്കാൻ വേണ്ടി അവരവിടെ പ്രതിഷേധത്തിലാണ്. അത് നമുക്കറിയാം. വഖഫ് ബോർഡിൻ്റേതാണ് ആ ഭൂമി എന്നൊരു വാദവുമായി ചിലർ മുന്നോട്ട് വന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായത്. മുസ്ലിം ലീഗിലെ ചില ആളുകൾ പറഞ്ഞു അത് വഖഫിൻ്റെ അല്ല, അവിടെ ഇങ്ങനെ നമുക്ക് സമാധാനമൊക്കെ പുനഃസ്ഥാപിക്കണം, അവിടെ നിന്ന് ആരും കുടിയൊഴിപ്പിക്കപ്പെടില്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിലും വി.ഡി. സതീശൻ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഘോഷിച്ച് നടന്നു ഈ ഭൂമി വഖഫിൻ്റേതല്ല. ഇപ്പോഴും അദ്ദേഹം പറയുന്നു ഈ ഭൂമി വഖഫിൻ്റേതല്ല. വെറും 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് വി.ഡി. സതീശൻ്റെ അവകാശവാദം. വി.ഡി. സതീശൻ ഇത് പറയുമ്പോൾ ആരൊക്കെയാണ് വി.ഡി. സതീശനെ അനുകൂലിക്കുന്നത് എന്നുകൂടി നോക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മുനമ്പത്ത് വി.ഡി. സതീശൻ മൂക്കുകുത്തി വീണുവെന്ന്. ഒരു മനുഷ്യൻ പോലും വി.ഡി. സതീശനെ അനുകൂലിച്ച് കൈ ഉയർത്തിയിട്ടില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് ചേർന്ന യു.ഡി.എഫിൻ്റെ ഉന്നതാധികാര സമിതിയിൽ ഈ വിഷയം ചർച്ച ചെയ്തു. ഈ വിഷയത്തിൽ ലീഗ് വി.ഡി. സതീശൻ്റെ നിലപാടിനോട് കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. ഏകപക്ഷീയമായി പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. മതിയായ കൂടിയാലോചന നടത്താതെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കോൺഗ്രസിൻ്റെയും യു.ഡി.എഫിൻ്റെയും അവസാന വാക്ക് പ്രതിപക്ഷ നേതാവാണ് എന്ന തരത്തിലാണ് വി.ഡി. സതീശൻ്റെ പോക്ക്. ഇത് നിയന്ത്രിക്കണമെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞു ഭൂമി വഖഫിൻ്റേതാണ്, പക്ഷേ പ്രശ്നം രമ്യമായി പരിഹരിക്കണം. അവിടെ സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം. അതാണ് നല്ലത് എന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ലീഗും പറഞ്ഞു വയ്ക്കുന്നത്. എം ഹസൻ വി.ഡി. സതീശനെ തള്ളി പറഞ്ഞു. അതുപോലെ കെ സുധാകരൻ പറഞ്ഞു, കെ മുരളീധരൻ പറഞ്ഞു, കെ.സി. വേണുഗോപാൽ വരെ ഒപ്പം നിൽക്കുന്ന വി.ഡി. സതീശൻ്റെ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞു. ഈ പോക്ക് നല്ലതിനല്ല എന്ന് ചൂണ്ടിക്കാട്ടി. എന്നാലും വി.ഡി. സതീശൻ ഉണ്ടോ മിണ്ടുന്നു, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നു. വി.ഡി. സതീശൻ ഇപ്പോഴും പറയുന്നത് അത് വഖഫിൻ്റെതല്ല. ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിൽ ചിലത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വി.ഡി. സതീശൻ. അങ്ങനെ ചെയ്താൽ നമുക്ക്, അതായത് വഖഫിൻ്റെതല്ല, പൊതുവേ ഉള്ള വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്ന അർത്ഥത്തിൽ കുറേ പറഞ്ഞു. എങ്കിലും പാലക്കാടൊക്കെ അറിയാം, ജമാഅത്തെ ഇസ്ലാമിയുടെ SDP ഒക്കെ വോട്ട് ലഭിച്ചതുകൂടി കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയധികം തിളക്കമാർന്ന വിജയം കിട്ടിയതെന്ന് അറിയാം. എങ്കിൽ പോലും വി.ഡി. സതീശൻ പറയുന്നത് ഈ വിജയത്തിൻ്റെയൊക്കെ ക്രെഡിറ്റ് എനിക്കാണ്, ഞാനാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയത്, ഞാനാണ് പ്രചരണ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തത്, അതുകൊണ്ട് ക്രെഡിറ്റ് എനിക്കാണ്, ഇനി കോൺഗ്രസിൻ്റെയും യു.ഡി.എഫിൻ്റെയും അവസാന വാക്ക് ഞാനാണ് എന്ന അഹങ്കാരത്തിന് കിട്ടിയ കരണത്തടിയായിരുന്നു വഖഫ് വിഷയത്തിൽ ലീഗ് ആദ്യം വി.ഡി. സതീശനെ തള്ളിപ്പറഞ്ഞത്. ഒപ്പം എം ഹസൻ, അതുപോലെ തന്നെ കെ.സി. വേണുഗോപാലും കെ സുധാകരനും സതീശനെ ഒറ്റപ്പെടുത്തുന്നത്. ഹസനെ ജീർണിച്ച ചെറുപ്പമുള്ള നേതാവ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാമെങ്കിലും അദ്ദേഹം യു.ഡി.എഫിൻ്റെ കൺവീനറാണെന്നുള്ള കാര്യം വിസ്മരിക്കരുത്. അത് യു.ഡി.എഫ് കൺവീനറാണ് വഖഫ് പ്രശ്നത്തിൽ വി.ഡി. സതീശനെ തള്ളിപ്പറഞ്ഞത്. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത് മുനമ്പത്ത് സതീശൻ മൂക്കുകുത്തി വീഴുക തന്നെ ചെയ്തു.